വിവാദ പ്രസംഗത്തിൽ കർണാടക മുൻ മുഖ്യമന്ത്രിയും JDS നേതാവുമായ HD കുമാരസ്വാമിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതി കൊടുത്തു. കോൺഗ്രസിൻ്റെ ക്ഷേമ പദ്ധതികൾ സ്ത്രീകളെ വഴിതെറ്റിച്ചുവെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിവാദ പരാമർശം. അരുൺ പൂമ്പറമ്പ ഞങ്ങളുടെ ബംഗളൂരു ബ്യൂറോയിൽ നിന്ന് തത്സമയം ചേരുന്നു. അരുൺ പൂമ്പറമ്പ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. HD കുമാരസ്വാമിയുടെ പ്രസംഗത്തിൽ വിവാദ വിഷയമായ വാചകങ്ങൾ എന്തായിരുന്നു? SKN ഗുഡ് മോർണിംഗ്. മാണ്ഡ്യയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് JDSന്റെ സംസ്ഥാന പ്രസിഡന്റും മാണ്ഡ്യയിലെ ഇപ്പോൾ NDA സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള HD കുമാരസ്വാമി ഇത്തരത്തിൽ വിവാദമായിട്ടുള്ളൊരു പരാമർശം നടത്തിയത്. കോൺഗ്രസിൻ്റെ 5 ഗ്യാരണ്ടികളുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിക്കുന്ന ഘട്ടത്തിലാണ് അതിനോട് കൂട്ടിച്ചേർത്ത് ഈ ക്ഷേമ പദ്ധതികൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള വാഗ്ദാനങ്ങൾ സ്ത്രീകളെ, പ്രത്യേകിച്ച് കർണാടകയിലെ ഗ്രാമീണ തലങ്ങളിലെ സ്ത്രീകളെ വഴിതെറ്റിച്ചു എന്ന തരത്തിൽ കുമാരസ്വാമിയുടെ ഭാഗത്തുനിന്ന് പരാമർശമുണ്ടായി. അത് വളരെ പെട്ടെന്ന് തന്നെ വിവാദമാവുകയും കോൺഗ്രസ് അത് രാഷ്ട്രീയമായി ഏറ്റെടുക്കുകയും ചെയ്തു. വലിയ പ്രതിഷേധം HD കുമാരസ്വാമിക്കെതിരെ ഉയർന്നു വന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലെല്ലാം കോൺഗ്രസ് ഇത് ശക്തമായി ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. വനിതാ കമ്മീഷൻ ഇതിൽ സ്വമേധയാ കേസെടുക്കുകയും കുമാരസ്വാമിക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒടുവിൽ കോൺഗ്രസ് ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടി പരാതി നൽകിയിട്ടുണ്ട്. ഇത് സ്ത്രീ വിരുദ്ധ പരാമർശം എന്നതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം കൂടിയാണെന്നതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. ഇത് സംഭവം വിവാദമായതോടെ HD കുമാരസ്വാമി തന്നെ ഇതിലൊരു വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ കോൺഗ്രസിൻ്റെ ക്ഷേമ പദ്ധതികൾ അല്ലെങ്കിൽ ഈ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട പൊള്ളത്തരം തുറന്നു കാണിക്കുക, സ്ത്രീകളെ പറഞ്ഞു മനസ്സിലാക്കുക മാത്രമാണ് ചെയ്തത്, അല്ലാതെ സ്ത്രീകളെ അപമാനിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ പ്രസംഗം വിവാദമായതോടെ HD കുമാരസ്വാമി വിശദീകരണവുമായി രംഗത്തെത്തിയത്. എന്തായാലും കോൺഗ്രസ് ഇതിനെ വലിയ രാഷ്ട്രീയമായി ഇതിനെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലെല്ലാം ഇത് വലിയ ചർച്ചാ വിഷയമാക്കുന്നുണ്ട്. വലിയ പ്രതിഷേധവും കോൺഗ്രസ് ഇതിൽ ഉന്നയിക്കുന്നുമുണ്ട്. അതിനെ തുടർന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയിട്ടുള്ളത്. താങ്ക് യു. നമുക്കിപ്പം അരുൺ പൂപ്പറമ്പയാണ് നമ്മുടെ ബംഗളൂരു ബ്യൂറോയിൽ നിന്ന് തത്സമയം ചേർന്നത്.